നമ്മൾ ഈ സെഷനിൽ ബയോഡൈവേഴ്സിറ്റീനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോഡൈവേഴ്സിറ്റീൻ്റെ കീഴിൽ എൻഡമിസം എന്താണ്, ഹോട്ട്സ്പോട്ട്സ് എന്താണ്, ഇന്ത്യയിൽ എത്ര ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്, പിന്നെ ഇന്ത്യയിലുള്ള ഒരു ഹോട്ട്സ്പോട്ടായ വെസ്റ്റേൺ ഗാട്സിനെയും കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻഡമിസം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടാക്സ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന ആ ഒരു ഫിനോമിനേനെയാണ് നമ്മൾ എൻഡമിസം എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടാക്സ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ, വേൾഡിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്ന ആ ഒരു ഫിനോമിനേനെയാണ് നമ്മൾ എൻഡമിസം എന്ന് പറയുന്നത്. നമുക്കറിയാം നീലഗിരി താറ് വെസ്റ്റേൺ ഗാട്സിലോട്ട് എൻഡമിക്കാണ്. അതുപോലെ തന്നെ ലയൺ ടെയിൽഡ് മക്കാക്യൂ അതും എൻഡമിക്കാണ് വെസ്റ്റേൺ ഗാട്സിൽ. അപ്പോൾ ലോകത്ത് വേറെ ഒരു സ്ഥലത്തും നമുക്ക് ഈ 2 സ്പീഷീസിനെ കാണാൻ പറ്റില്ല, വെസ്റ്റേൺ ഗാട്സിൽ മാത്രമേ ഇവരുള്ളൂ. അപ്പോൾ ഈ ഒരു എൻഡമിസത്തിൻ്റെ അല്ലെങ്കിൽ എൻഡമിക് സ്പീഷീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇവർ കാണപ്പെടുന്ന ഏരിയ നമ്മൾ കൺസേർവ് ചെയ്തില്ലെങ്കിൽ ലോകത്ത് വേറെ എവിടെയും ഇവരില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സ്പീഷീസ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഒരു ടാക്സൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡമിസം എന്ന് പറയുന്നത്. ആൻഡ് ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ മാത്രമേ എൻഡമിക് സ്പീഷീസ് കാണുകയുള്ളൂ. ആൻഡ് ഈ സ്പീഷീസിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അവർ കാണപ്പെടുന്ന ആ ഏരിയ കൺസേർവ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. നമ്മളൊരു സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ നോക്കുമ്പോൾ ചില സ്പീഷീസ് ത്രൂ ഔട്ട് ദ വേൾഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കാം. വേറെ ചില സ്പീഷീസ് ഒരു കോണ്ടിനെൻറ്റിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കാം. വേറെ ചില സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര നാരോ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഒരു ഫ്യൂ സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ വളരെ കുറവ് ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ടൈപ്പ് സ്പീഷീസിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫിനോമിനേനെയാണ് നമ്മൾ എൻഡമിസം എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസിനെ തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവരെങ്ങനെയാണ് എൻഡമിക് ആയത്, അവരുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഏജ്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് എൻഡമിക്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ഒറിജിൻ, അവരുടെ ഏജ് ആൻഡ് ടാക്സോണമീൻ്റെ ബേസിസിൽ. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഓട്ടോകൈറ്റനസ് എൻഡമിക്. ഫസ്റ്റ് വൺ ഓട്ടോകൈറ്റനസ് എൻഡമിക്. അതായത് ഇപ്പോൾ ആ സ്പീഷീസ് കാണപ്പെടുന്ന ഏരിയയിൽ തന്നെയാണ് അവർ ഇവോൾവ് ചെയ്ത് വന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓട്ടോകൈറ്റനസ് എൻഡമിക്സ് എന്ന് പറയുന്നത്. അതായത് ടാക്സ എവിടെയാണോ ഇവോൾവ് ചെയ്തത് ആ ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും അവർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് അലോകൈറ്റനസ് എൻഡമിക്. അലോകൈറ്റനസ് എൻഡമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ടാക്സ എവിടെയാണോ ഇവോൾവ് ചെയ്തത് അതിൽ നിന്ന് വേറിട്ട് വേറൊരു ഏരിയയിലാണ് ഇപ്പോൾ പ്രസൻ്റായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓട്ടോ എന്ന് പറഞ്ഞാൽ ടാക്സ എവിടെ ഇവോൾവ് ചെയ്തു അവിടെ തന്നെ അവർ എൻഡമിക്കായിട്ട് ഇപ്പോൾ പ്രസൻ്റ് ആണ്. സെക്കൻഡ് വൺ അലോകൈറ്റനസ് എൻഡമിക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ വേറൊരു ഏരിയയിൽ ഇവോൾവ് ചെയ്തു, പക്ഷേ നൗ അവർ എൻഡമിക്കായിട്ടിരിക്കുന്നത് വേറൊരു ഏരിയയിലാണ്. നെക്സ്റ്റ് വൺ ആണ് ടാക്സോണമിക് റിലിക്സ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഒരേ ഒരു സോൾ സർവൈവിങ് ആയിട്ട് ഇപ്പോൾ കാണുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ടാക്സോണമിക് റിലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സോണമിക് റിലീക്സ്
എന്ന് പറഞ്ഞാൽ പണ്ട് ആ ഗ്രൂപ്പിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ഡൈവേഴ്സായിട്ടുള്ള മെമ്പേഴ്സാണ്, പക്ഷേ ഡൈവേഴ്സായിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇപ്പോൾ അതിൽ 1-2 സോൾ സർവൈവേഴ്സ് മാത്രമേ ഉള്ളൂ ആ ടാക്സേന്. അതിനെയാണ് നമ്മൾ ടാക്സോണമിക് റിലിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബയോജിയോഗ്രഫിക് റിലിക്സ്. പണ്ട് ഇവർ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ നാരോ ആയിട്ടുള്ള ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ടാക്സോണമിക് റിലിക്സ് ആൻഡ് ബയോജിയോഗ്രഫിക് റിലിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്പറിൻ്റെ ബേസിസിലും സെക്കൻഡ് വൺ എത്രത്തോളം ജോഗ്രഫിക്കൽ ഏരിയൻ്റെ ബേസിസിൽ. ടാക്സോണമിക് റിലിക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഗ്രൂപ്പാണ്. ഇപ്പോൾ ചുരുങ്ങി 1-2 മെമ്പേഴ്സ് മാത്രമേ ആ ഒരു ടാക്സയിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. വേറെ ബയോജിയോഗ്രഫിക് റിലിക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് വൈഡ് സ്പ്രെഡായിട്ട് കുറേ ഏരിയയിൽ കാണപ്പെടുന്ന ടൈപ്പ് ടാക്സണാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാരോ ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഇവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളൂ. ആൻഡ് ഇവരിപ്പോൾ ലിവിങ് ഫോസിൽസ്ന്നോ അല്ലെങ്കിൽ നാരോ എൻഡമിക്സ്ന്നോ നമുക്ക് ബയോജിയോഗ്രഫിക് റിലിക്സിനെ വിളിക്കാം. നെക്സ്റ്റ് ആണ് നിയോ എൻഡമിക്കും പാലിയോ എൻഡമിക്കും. ഇവർ ഒറിജിൻ്റെ ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് എൻഡമിക്സിനെ നിയോ എൻഡമിക്കും പാലിയോ എൻഡമിക്സും വിളിക്കാം. നിയോ എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ന്യൂ എന്നാണ്. അപ്പം നിയോ എൻഡമിക് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഇവോൾവ് ചെയ്തൊരു സ്പീഷീസാണ്. ആ റീസെൻ്റ്ലി ഇവല്യൂഷൻ നടന്നുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് കുറേ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരൊരു ഏരിയയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അങ്ങനെ എൻഡമിക് ആയതിനെയാണ് നമ്മൾ നിയോ എൻഡമിക് എന്ന് പറയുന്നത്. അതായത് റീസെൻ്റ്ലി ഇവോൾവ് ചെയ്ത സ്പീഷീസാണ്. റീസെൻ്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ട് എന്താണ്, അവർക്ക് കുറേ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ കുറച്ച് ഏരിയയിൽ മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണപ്പെടുന്നു. നെക്സ്റ്റ് വണ്ണാണ് പാലിയോ എൻഡമിക് എന്ന് പറയുന്നത്. പാലിയോ എൻഡമിക് എന്ന് പറഞ്ഞാൽ അവർ പണ്ടേ ഇവോൾവ് ചെയ്ത അല്ലെങ്കിൽ ലോങ് ഇവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്. അതായത് നമ്മളവർ എവോൾവ് ചെയ്ത ടൈം എടുക്കുമ്പോഴത്തേക്കും കുറേ നാളുകൾക്ക് മുമ്പേ ഇവോൾവ് ചെയ്ത സ്പീഷീസാണ്. പക്ഷേ എന്തെങ്കിലും ബാരിയേഴ്സ്, ജോഗ്രഫിക്കലായിട്ടുള്ള ബാരിയർ, എന്തെങ്കിലും ഒരു ചെറിയ ഐലൻഡ് ഇവോൾവ് ചെയ്ത സ്പീഷീസ് ആണെങ്കിൽ അവർക്ക് ആ ഐലൻഡിൽ നിന്ന് വേറെ കരയിലോട്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ആ ഐലൻഡിൽ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ ലോങ് എവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ബാരിയേഴ്സ് കാരണം അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റാതെ വന്ന സ്പീഷീസിനെയാണ് നമ്മൾ പാലിയോ എൻഡമിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണ്ട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ ഇപ്പോൾ ആ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയയിൽ നിന്നൊക്കെ നശിച്ചു പോയിട്ട് വളരെ ചെറിയ ഏരിയയിൽ മാത്രം റിമെയിൻ ചെയ്യുന്നതിനെയാണ് നമുക്ക് പാലിയോ എൻഡമിക് എന്ന് പറയുന്നത്. ഒന്ന് ഇവോൾവ് ചെയ്ത് കുറേ നാളായി, പക്ഷേ എന്തെങ്കിലും ജോഗ്രഫിക്കൽ ബാരിയർ കാരണം സ്പ്രെഡ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ പണ്ട് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പക്ഷേ ബാക്കിയുള്ള ഏരിയാസിൽ നിന്നൊക്കെ എക്സ്റ്റെൻറ്റീവായിട്ട് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി ഒരു കുറച്ച് ഏരിയയിൽ മാത്രം റിമെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാലിയോ എൻഡമിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ എൻഡമിക്സ് അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എൻഡമിക് ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ എൻഡമിസം എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു UN 2010 ബയോഡൈവേഴ്സിറ്റി ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഒരു ഇയർ ലോങ് അവെയർനെസ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ ചുറ്റും എടുക്കുമ്പോഴത്തേക്കും കുറേ മില്യൺ സ്പീഷീസ് ഉണ്ട്. ആ കുറേ അബൌട്ട് 8.7 മില്യൺ സ്പീഷീസ് ഉള്ളതിൽ ആകെ 1.2 മില്യൺ സ്പീഷീസേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആ 1.2 മില്യൺ തന്നെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതും ഐഡൻറ്റിഫൈ ചെയ്യാത്ത സ്പീഷീസും ഒക്കെ റാപ്പിഡായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബയോഡൈവേഴ്സിറ്റി ഒരു ഗ്ലോബൽ ലെവലിൽ ഒരു ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന
സമയമാണ്. ആൻഡ് കൺസർവേഷൻ, നമ്മൾ ഈ സ്പീഷീസിനെ കൺസേർവ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് കൺസേർവ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഏത് ഏരിയ ആണ് കൺസേർവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒരു പെർട്ടിക്കുലർ ഏരിയേൻ്റെ കൺസർവേഷൻ എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങൾ നോക്കി ഫിക്സ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണ്, അവിടെ കുറേ നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ആ സ്പീഷീസൊക്കെ വേറെ ത്രെട്ടൊന്നും ഇല്ലാതെ സർവൈവ് ചെയ്യുന്ന ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഏരിയൻ്റെ കൺസർവേഷനെയും കാട്ടി പ്രയോറിറ്റി വേറെ ഏരിയസിന് കൊടുക്കാൻ പറ്റും. അതായത് ചില ഏരിയാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈ ഡൈവേഴ്സിറ്റി ആയിരിക്കും, മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് എന്ന് വിളിക്കാം. നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയ്ക്കുള്ള റീജിയനിലാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ളത്. ആ റീജിയൻസിന് നമ്മൾ മെഗാ ഡൈവേഴ്സിറ്റി റീജിയൻസ് എന്ന് വിളിക്കാം. അവിടെയുള്ള ചില കൺട്രീസ് മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസാണ്. പക്ഷേ ആ ഏരിയയിലുള്ള ബയോഡൈവേഴ്സിറ്റി ഹൈ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ തന്നെ വളരെ നാശമൊന്നും സംഭവിക്കാത്ത ടൈപ്പ് ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ പ്രയോറിറ്റി ഉള്ള ഏരിയാസിനെ കൺസേർവ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം, ഈ ഒരു ഏരിയനെ കൺസേർവ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് സ്പീഷീസും ഡൈവേഴ്സിറ്റി മാത്രം എടുത്തൊരു ഏരിയ കൺസേർവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലും ആ പർട്ടിക്കുലർ ഏരിയയിൽ നാച്ചുറലായിട്ട് ത്രെഡ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഏരിയനെ ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മളൊരു ഏരിയ കൺസേർവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ബേസിസിലാണ്. സെക്കൻഡ്, ചില ഏരിയാസ് സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് നമുക്ക് എൻഡമിസിറ്റീൻ്റെ ബേസിസിൽ ഏരിയാസിനെ കൺസേർവ് ചെയ്യുന്നത് പ്രയോറിറ്റൈസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ചില സയൻറ്റിസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന എൻഡമിക് സ്പീഷീസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, ആ ഏരിയ കൺസേർവ് ചെയ്യേണ്ട ഏരിയ എന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. പക്ഷേ എല്ലാവരും ഈ ഒരു അപ്രോച്ചിനോട് എഗ്രി ചെയ്യുന്നില്ല. ചിലർ പറയുന്നു ഈ എൻഡമിസത്തിൻ്റെ ബേസിസിലുള്ള കൺസർവേഷൻ ഇൻഎഫക്റ്റീവാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഏരിയ കൺസർവേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പല ഫാക്ടേഴ്സ് എടുക്കുന്നുണ്ട്. ഒന്ന് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എടുക്കുന്നുണ്ട്. സ്പീഷീസ് ഡൈവേഴ്സിറ്റീൻ്റെ ബേസിസിൽ മാത്രം നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് എൻഡമിസവും ടേക്ക് ചെയ്യാം. എൻഡമിക് സ്പീഷീസ് കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് കൺസേർവ് ചെയ്യാം, അല്ലെങ്കിൽ എൻഡമിസം കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ കൺസേർവ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡമിക് ആണോ ഒരു സ്പീഷീസ്, അല്ലെങ്കിൽ എൻഡമിസം കൂടുതലുള്ള ഏരിയ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ ദ എൻഡ് ആ പെർട്ടിക്കുലർ ഏരിയനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ഒരു ഏരിയ ആണ് വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് വെസ്റ്റേൺ ഗാട്ട്സ് 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ പ്രസൻ്റ് ആണ്. അതിലൊരു ആൾ കേരളയാണ്. കേരളയിൽ വെസ്റ്റേൺ ഗാട്ട്സിൽ എൻഡമിക് ആയിട്ടുള്ള എത്രത്തോളം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ആംഫീബിയൻസ് എടുക്കുകയാണെങ്കിൽ 61 ആംഫീബിയൻസ് എൻഡമിക് ആയിട്ടുള്ളത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ കേരള റീജിയനിൽ പ്രസൻ്റ് ആണ്. ഇനി റെപ്റ്റൈൽസ് എടുക്കുകയാണെങ്കിൽ 57 റെപ്റ്റൈൽസ് എൻഡമിക് ആയിട്ടുള്ളതുണ്ട്. ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ 16 ബേർഡ്സ് എൻഡമിക്, അതായത് ഈ ഏരിയയിൽ മാത്രമേ ആ ബേർഡ്സ് കാണുകയുള്ളൂ, വേറെ ഏരിയാസിലൊന്നും പ്രസൻ്റ് അല്ല. ആൻഡ് ആൻജിയോസ്പോം എടുക്കുകയാണെങ്കിൽ അബൌട്ട് 1272 സ്പീഷീസ് എൻഡമിക് ആണ്. അപ്പോൾ ഇത് നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള, കേരളത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള എൻഡമിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസിൻ്റെ ഒരു ലിസ്റ്റാണ്. നെക്സ്റ്റ് ആണ് ഹോട്ട് സ്പോട്ട്സ്. ഈ ഹോട്ട് സ്പോട്ട്സ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് 1988 നോർമൻ മേയേഴ്സ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ഈ ഹോട്ട് സ്പോട്ട് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമുക്കറിയാം നമ്മുടെ ഏർത്തിൽ ബയോളജിക്കലി റിച്ച് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി വളരെയധികം ഹൈ ആയിട്ടുള്ള, അതുപോലെ തന്നെ ത്രെറ്റ് അനുഭവിക്കുന്ന ടൈപ്പ്
ഏരിയാസ് ഉണ്ട്. നമ്മൾ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഹൈ ബയോഡൈവേഴ്സിറ്റി ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എത്രത്തോളം എൻഡമിക് സ്പീഷീസ് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ കേരള റീജിയനിൽ മാത്രമുണ്ടെന്നുള്ളത്. 1000 ആൻജിയോസ്പേംസ്, ബേർഡ്സ് 16, റെപ്റ്റൈൽസ് 57, ആംഫീബിയൻ 61. അത്രത്തോളം എൻഡമിക് സ്പീഷീസ് അവിടെയുണ്ട്. അപ്പോൾ ഹൈലി എൻഡമിക് സ്പീഷീസ് മാത്രമല്ല, അല്ലാത്ത സ്പീഷീസും അവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഹൈ ബയോളജിക്കലി റിച്ച് ആയിട്ടുള്ള ഏരിയാസാണ്. പക്ഷേ നമുക്കറിയാം വെസ്റ്റേൺ ഗാട്ട്സ് ഇപ്പോൾ പല രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡീപ്ലി ത്രെറ്റൻഡുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പ്രസൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി എന്താണ്? ഡീപ്ലി ത്രെറ്റൻഡ് ആയിട്ടുള്ള ഏരിയാസാണ്. ആൻഡ് ഈ ഏരിയാസിനെയാണ് നമ്മൾ ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു ജൈവ വൈവിധ്യം കൂടുതലുള്ള ഏരിയ ത്രെറ്റൻഡ് ആവാൻ കുറച്ച് കാരണങ്ങളുണ്ട്. നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല, പോപ്പുലേഷൻ എന്താണ് എക്സ്പ്ലോഷനാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷൻ കൂടുന്നതിൻ്റെ അനുസരിച്ച് തന്നെ എന്താണ് വേറെ പല പ്രോബ്ലംസും അതിനെ ഫോളോ ചെയ്യും. പോപ്പുലേഷൻ്റെ കൂടെ തന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് നടക്കും. അർബനൈസേഷൻ, നമുക്ക് ചുറ്റുമുള്ള വണ്ടികൾ, ഇൻഡസ്ട്രീസ്, നമ്മൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, ഇതിനെ അസോസിയേറ്റ് ചെയ്ത് പൊല്യൂഷൻ, പിന്നെ നമ്മുടെ പൊല്യൂഷൻ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡിസീസ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ അതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഡെവലപ്മെൻറ്റ്, അർബനൈസേഷൻ, പൊല്യൂഷൻ, ഡിസീസ്, ഇതുപോലെയുള്ള പല കാര്യങ്ങൾ എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബയോഡൈവേഴ്സിറ്റീൻ്റെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8.2 മില്യൺ സ്പീഷീസ് ഉള്ളത് തന്നെ എന്താണ് പെട്ടെന്ന് നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് മാസ് എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത് ഡൈനോസേഴ്സിൻ്റെയാണ്. 5 മെയിൻ മാസ് എക്സ്റ്റിൻഷൻസാണ് നടന്നിട്ടുള്ളത്. അതിൽ 6ാമത്തെ മാസ് എക്സ്റ്റിൻഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതും മാൻമെയ്ഡായിട്ടുള്ള കോസസ് കാരണം. അപ്പോൾ സ്പീഷീസ് ഭയങ്കര റാപ്പിഡായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ വേൾഡിൽ സ്പീഷീസ് ഈവൻലി അല്ല ബയോഡൈവേഴ്സിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പോൾസിൽ നിന്ന് ടുവേർഡ്സ് ഇക്വേറ്റർ വരുമ്പോഴത്തേക്കും ഡൈവേഴ്സിറ്റി കൂടി വരും. ഈ ഡൈവേഴ്സിറ്റിയിൽ തന്നെ ചില സ്പീഷീസ് എങ്ങനെയാണ്, ചില പെർട്ടിക്കുലർ നാരോ ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എൻഡമിക് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഹൈ ആയിട്ടുള്ള റീജിയൻസാണ്. പക്ഷേ ആ ബയോഡൈവേഴ്സിറ്റിക്ക്, ആ ഒരു ഹാബിറ്റാറ്റിന് ഭയങ്കരമായിട്ട് ത്രെറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസും ഹാബിറ്റാറ്റ് ലോസും ഒക്കെ കാരണം. ഇങ്ങനെയുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഹോട്ട് സ്പോട്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഹൈ ബയോഡൈവേഴ്സിറ്റി പ്രസൻ്റ് ആണ് ആൻഡ് ഡീപ്ലി ത്രെറ്റൻഡ് ആയിട്ടുള്ള ഏരിയാസാണ്. ആൻഡ് ഇങ്ങനെയുള്ള ഏരിയാസിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ട്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ വേൾഡ് എടുക്കുവാണെങ്കിൽ 36ഓളം ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ട്സ് പ്രസൻ്റ് ആണ്. ആൻഡ് ഇങ്ങനെ നമ്മളൊരു ഏരിയനെ ഹോട്ട് സ്പോട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന എന്തിനാണ്? ആ ഏരിയനെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കൺസേർവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോട്ട് സ്പോട്ട് പോലെയുള്ള കാറ്റഗറൈസേഷനൊക്കെ കൊടുക്കുന്നത്. Thank you.